ഹലോ എവരി വൺ. 2024 സയൻസ് സബ്ജക്റ്റുകളിൽ ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടി പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഫേസ് ചെയ്തിരിക്കുമ്പം സാറ്റ് അറ്റംപ്റ്റ് ചെയ്തിട്ട് ഞങ്ങളൊരു ജനറൽ ഡിസ്കഷൻ ആയിരുന്നു. അപ്പം ആ കുട്ടിക്ക് സജസ്റ്റ് ചെയ്തൊരു കാര്യമുണ്ട്, പബ്ലിക് പോളിസി എന്നുള്ള ഒരു കോഴ്സ് ഏതെങ്കിലും നല്ല ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ ട്രൈ ചെയ്തുകൂടെ എന്നുള്ളൊരു കാര്യം. സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2026 ഈ കുട്ടിക്ക് ഇപ്പൊ ജർമ്മനിയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള പബ്ലിക് പോളിസി സ്കൂളിൽ അഡ്മിഷൻ കിട്ടി, വില്ലി ബ്രാൻഡ് സ്കൂൾ ഓഫ് പബ്ലിക് പോളിസി എന്നുള്ളൊരു കാര്യം. ഇപ്പൊ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് 2024 സമയത്ത് ഈ കുട്ടീന്റെ സാറ്റിന്റെ ഒരു സ്കോർ വെച്ച് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം സജസ്റ്റ് ചെയ്തത് എന്നുള്ളൊരു കാര്യത്തിന്റെ വളരെ ബ്രീഫ് ആയിട്ടുള്ള കുറച്ച് ലോജിക്കാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്നാമതായിട്ടുള്ള നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു പ്രൂഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് പോളിസി എന്നുള്ള ഒരു കോമ്പിനേഷൻ ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ ഒത്തിരി കാര്യങ്ങളുടെ മിശ്രിതമാണ്. അതായത് ഈ പബ്ലിക് പോളിസി പഠിക്കുന്ന ഒരാൾക്ക് ഹിസ്റ്റോറിക്കലായിട്ട് ഇപ്പൊ ലാംഗ്വേജ് ആപ്റ്റിറ്റ്യൂഡ് നന്നായിട്ട് വേണം, ന്യൂമറിക്കൽ റീസണിങ് നന്നായിട്ട് വേണം. ഇപ്പൊ നമ്മൾ ഈ കുട്ടീന്റെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, അതായത് ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു എബിലിറ്റി മെഷർ ചെയ്യുമ്പോഴത്തേക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡിലെ 8 എബിലിറ്റീസിന്റെ ആവറേജ് പോസിറ്റീവ് 1.44 ആണ്. അതായത് നമുക്കുള്ള ഒരു ഗ്ലോബൽ ഡാറ്റാബേസിൽ ഈ കുട്ടീനെ കമ്പയർ ചെയ്താൽ ഒരു ടോപ്പ് 93% പെർഫോം ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു എബിലിറ്റി ഇവിടെ പ്രൂവൺ ആണ്. രണ്ടാമതായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഈ കുട്ടീന്റെ നോളജ് ടെസ്റ്റിന്റെ ഒരു അനാലിസിസ് നടത്തണം. അതായത് പബ്ലിക് പോളിസി ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ സബ്ജക്റ്റുകളിൽ ഒത്തിരി ഡിഫറെന്റ് കോമ്പിനേഷനിൽ വർക്ക് ചെയ്യുന്നതാണ്. അതിനകത്ത് സോഷ്യൽ സയൻസിന് ലാർജർ ആയിട്ടുള്ള ഒരു വെയിറ്റേജ് ഉണ്ട്. ഈ കുട്ടീന്റെ നോളജ് ടെസ്റ്റിന്റെ അനാലിസിസിലും ഓവറോൾ ആവറേജ് വെയിറ്റ് ചെയ്ത് നോക്കിയാൽ ഒരു ഗ്ലോബൽ ഡാറ്റാബേസിൽ വീണ്ടും ഒരു 95% വർക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു സബ്ജക്ട് പഠിക്കാനുള്ള, അതായത് ഈ കോമ്പിനേഷൻ പഠിക്കാനുള്ള ഒരു നോളജ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ഉണ്ട് എന്നുള്ളൊരു കാര്യം ഇവിടെ പ്രൂവൺ ആയിരുന്നു. മൂന്നാമത് ഈ കുട്ടി ഫേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 കഴിഞ്ഞിട്ട് സയൻസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഇനിയും ഫർദർ സ്റ്റഡീസിന് സയൻസ് അല്ലേ പഠിക്കേണ്ടത്, വേറെ എന്തെങ്കിലും മാറുന്നതിൽ എന്തെങ്കിലും ലോജിക്ക് ഉണ്ടോ, അതിന് ഡാറ്റ എന്ത് തെളിവാ തരുന്നത് എന്നുള്ളൊരു ചോദ്യമായിരുന്നു. ഇപ്പൊ നമ്മുടെ ആദ്യത്തെ ഒരു അനാലിസിസിൽ ഇതുവരെ സ്റ്റെം സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുള്ള, അതിൽ നന്നായി പെർഫോം ചെയ്തിട്ടുള്ള ഒരു കുട്ടികളുടെ ഡാറ്റാബേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ കുട്ടീന്റെ ഒരു സ്റ്റെം കോമ്പിനേഷൻ ആവറേജിൽ നിന്ന് താഴെ നെഗറ്റീവിലേക്കാണ് പോകുന്നത്. പക്ഷേ പബ്ലിക് പോളിസിന്റെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ ഒരു ആവറേജിനേക്കാളും വളരെ ഫാർ ബെറ്റർ ആയിട്ടാണ് ഈ കുട്ടി പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ മോഡലിന് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പം എന്താണ് പഠിച്ചത് എന്നുള്ളതിനേക്കാൾ ഉപരി എന്തായിരുന്നു പഠിക്കാൻ പോസിബിലിറ്റി എന്നുള്ളൊരു കാര്യം. സയൻസ് വേണോ വേറെ എന്തെങ്കിലും വേണോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഇത് വെച്ച് നമുക്ക് ഒരു ഉത്തരം അവിടെ പ്രൂവൺ ആയിരുന്നു. പിന്നെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഗ്ലോബൽ ഡാറ്റാബേസിൽ നിന്ന് സ്പെസിഫിക് ആയിട്ട് ഓരോ കോഴ്സസ്, ഫോർ എക്സാമ്പിൾ എഞ്ചിനീയറിംഗ്, മെഡിസിൻ, പബ്ലിക് പോളിസി ഇങ്ങനെയൊക്കെ ചെയ്ത് വളരെ സക്സസ് ആയിട്ടുള്ള കുറെ സ്റ്റുഡൻസിന്റെ ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഈ ഡാറ്റ ഉപയോഗിച്ച് ആ കോഴ്സ് പഠിക്കാനുള്ള ഒരു മിനിമം വെയിറ്റേജ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ പബ്ലിക് പോളിസിയിൽ നമ്മുടെ കയ്യിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡിന്റെ കോമ്പിനേഷനും നോളജിന്റെ കോമ്പിനേഷന്റെയും വെയിറ്റേജ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ആ വെയിറ്റേജുകൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് പോളിസിയിൽ ലാംഗ്വേജ് ആപ്റ്റിറ്റ്യൂഡ് നന്നായിട്ട് വേണം, പക്ഷേ മെക്കാനിക്കൽ റീസണിങ് എന്നുള്ളൊരു കാര്യം വേണോ നിർബന്ധമില്ല. ഈ കുട്ടീന്റെ മെക്കാനിക്കൽ റീസണിങ് വളരെ ഹൈ ആയിരുന്നു, പക്ഷെ പബ്ലിക് പോളിസി എന്നുള്ളൊരു കോമ്പിനേഷനിൽ മെക്കാനിക്കൽ റീസണിങ് നെഗറ്റീവ് ആണ് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു അനാലിസിസ് കൂടെ നടത്തുമ്പം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഈ പബ്ലിക് പോളിസി കോമ്പിനേഷനിലെ മിനിമം ത്രഷോൾഡിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ട് ഈ സ്റ്റുഡന്റ് ആപ്റ്റിറ്റ്യൂഡിന്റെയും നോളജിന്റെയും ത്രഷോൾഡ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. വളരെ സക്സസ്ഫുൾ ആയിട്ട് പബ്ലിക് പോളിസി എന്നുള്ള ഒരു കോഴ്സ് ചെയ്ത കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ കുട്ടി വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ഏർലിയർ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ചോദ്യവും നമുക്ക് പ്രൂവൺ ആണ്. അവസാനമായിട്ട് നമ്മൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺവേർജന്റ് വാലിഡിറ്റി ആണ്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടീന്റെ ജനറൽ ആപ്റ്റിറ്റ്യൂഡിന്റെ ഒരു വെയിറ്റേജിന്റെ സ്കോർ വെച്ചിട്ട് നോളജ് ടെസ്റ്റിനെ, അതായത് പബ്ലിക് പോളിസിക്ക് വേണ്ട നോളജ് ടെസ്റ്റിനെ എത്രമാത്രം പോസിറ്റീവ് ആയിട്ട് ഇതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതും ആക്ച്വലും ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ വളരെ സിമിലർ ആയിരുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് റാൻഡം ആയിട്ടുള്ള കുറെ ഗസ്സുകളല്ല, മറിച്ച് ഡാറ്റ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരു കാര്യത്തിൽ നമുക്ക് അതിൽ നിന്ന് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടി എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ ഈ വീഡിയോ എന്നുള്ളൊരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു മെസ്സേജ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് എന്ത് പഠിച്ചാലും നിങ്ങൾക്ക് ആക്ച്വലി എന്താ പറ്റുക എന്നുള്ളൊരു കാര്യം നമുക്ക് സാറ്റിന്റെ ഒരു ഡാറ്റാബേസ് വെച്ചിട്ട് ഏതാണ്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ വളരെ ക്ലാസിക് ആയിട്ടുള്ള ഒരു കേസ് സ്റ്റഡിയാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. താങ്ക് യു സോ മച്ച്.